ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തനം. ഭാഗം 1840. ഇന്ന് ജനുവരി മാസം 13-ാം തീയതി. എന്തായാലും കർത്താവ് പറഞ്ഞ കഥയാണ്. വളരെയധികം പരിഭവവും പ്രതിഷേധവും ഒക്കെ തോന്നുന്നുണ്ട് പലയാവർത്തി വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ. താലന്തുകളെ കുറിച്ചാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായത്തില് 14-ാമത്തെ തിരുവചനം മുതൽ കുറെ കൂടി ലഭിക്കായിരുന്നു, കുറെ കൂടി കിട്ടാനായിട്ട് അർഹതയുണ്ട്, എനിക്ക് പ്രാപ്തിയുണ്ട്, അവകാശമുണ്ട്. തന്നതൊന്നും പോരാന്നാണ് ഇപ്പോഴും പരാതിയും പരിഭവവും ഒക്കെ. എന്തെല്ലാം ഉണ്ട് എന്നതല്ല ശരിക്കും നമ്മൾ ഇനി പരിഗണിക്കേണ്ടതും കണക്കിടേണ്ടതും ഒക്കെ. പുതുവർഷത്തിന്റെ 13-ാം പുലരിയിൽ എത്തി നിൽക്കുമ്പോൾ എന്തെല്ലാം ഉണ്ട് എന്നതല്ല, ഉള്ളതെല്ലാം എങ്ങനെ ഉപയോഗിക്കുന്നു, ഉള്ളതെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ എന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ശരിക്കും മികവിന്റെ മാനദണ്ഡം അതാകട്ടോ. ഉള്ളിൽ സംഗീതമുണ്ട് എന്നതുകൊണ്ട് എന്ത് പ്രയോജനം? പാടുന്നില്ല എങ്കിൽ. അതുകൊണ്ട് തന്നെ ഇനി സമ്പാദ്യങ്ങളുടെ പേരിൽ അല്ല ആരെയും വിലയിരുത്തേണ്ടത്, നേടിയ വിഭവങ്ങളുടെ പേരിൽ അല്ല. ആ സമ്പത്ത്, ആ നേടിയ വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുണ്ട് ഇങ്ങനെ താലന്തുകൾ കുറെ കൂടി കിട്ടണമെന്ന്, അതായത് കഴിവുകളും അനുഗ്രഹങ്ങളും ചൊരിയണമെന്ന്. നമ്മൾ ആ പ്രാർത്ഥനയെ കുറെ കൂടി ശക്തിപ്പെടുത്തുന്നുണ്ട് ഓരോ ദിനവും. പക്ഷേ അതിന് നല്ലൊരു പ്രാർത്ഥനയുണ്ട്, കുറെ കൂടി ശക്തിപ്പെടുത്തേണ്ട പ്രാർത്ഥനയുണ്ട്. ഉള്ള കഴിവുകളൊക്കെ ഉപയോഗിക്കാനായിട്ട്, പ്രയോജനപ്പെടുത്താനായിട്ട് എന്നെ പഠിപ്പിക്കണമെന്ന്, എന്നെ ഒന്ന് പരിശീലിപ്പിക്കണമെന്ന്. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ. ചിറകുകളുണ്ടെന്ന് വെച്ച് എല്ലാവരും എല്ലായിടത്തേക്കും ഒന്നും എത്തുന്നില്ല. അവനവന്റെ ആ പരിമിതികളും അവനവന്റെ സാധ്യതകളും ഒക്കെ ഇനി ആരാണ് കണ്ടെത്തി പറഞ്ഞു തന്ന് സഹായിക്കാനുള്ളത്? സ്വന്തമായിട്ടൊരു ആകാശം നിർമ്മിച്ചെടുത്തേ മതിയാവും. അതിന് താലന്തുകളൊക്കെ കുറഞ്ഞുപോയെന്ന് ദൈവത്തോടും ഒപ്പമുള്ള മനുഷ്യരോടും പരിഭവിച്ചിട്ട് കാര്യമില്ല. ചിലരുണ്ട് കേട്ടോ, ആരെങ്കിലുമൊക്കെ നിർമ്മിക്കുന്ന ആകാശത്തൂടെ പറക്കാനായിട്ടും ജീവിക്കാനായിട്ടും കാത്തിരിക്കുന്നവർ. മറ്റിലരുണ്ട് അവനോട് നിർമ്മിച്ച ആകാശത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. രണ്ടും അർത്ഥരഹിതമായ കാര്യമാണ്, വെറുതെ സമയം കളയുന്ന ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളായി മാറുന്നു. അതുകൊണ്ട് തന്നെ ലഭിച്ചതിനെ നമുക്ക് കാര്യമായി ഒന്ന് പരിഗണിച്ച് പ്രവർത്തിച്ചു തുടങ്ങാം, പ്രാർത്ഥനയോടുകൂടി. ആമേൻ.